എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ചലഞ്ചിങ് വീഡിയോ ആണ്. ഓംലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ. ചലഞ്ച് ചെയ്തിരിക്കുന്നത് തഹനൂസ് വേൾഡിലെ ജസ്നയാണ്. ഓംലെറ്റ് നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലേ, പക്ഷേ ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് ചലഞ്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കൊറിയൻ ഓംലെറ്റാണ്. അപ്പോൾ ഈ ചലഞ്ച് തുടങ്ങി വെച്ചത് ഈസി ഹോംസ് എന്ന ചാനലിലെ ഡോക്ടർ ജാസ്മിനാണ്. ജാസ്മിനാണ് ആദ്യമായിട്ട് ഇത് മലയാളത്തിൽ കൊണ്ടുവന്നത്. ഇതിന് ടൊർണാഡോ ഓംലെറ്റ് എന്നാണ് പറയുന്നത്. കൊറിയക്കാർ ഇതിനെ പറയുന്നത് ടൊർണാഡോ റൈസ് ഓംലെറ്റ്, അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് അവരിങ്ങനെ ഫ്രൈഡ് റൈസ് മാതിരി റൈസ് ഉണ്ടാക്കി എടുത്തിട്ട് ഒരു ചെറിയ ബൗളിലാക്കിയിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് ഒരു വലിയ പ്ലേറ്റിലേക്ക്, ഒരു കുഴിയുള്ളൊരു പ്ലേറ്റിൻ്റെ നടുക്കത് ആ റൈസ് വയ്ക്കും. റൈസ് കമത്തി വച്ചിട്ട് അതിൻ്റെ മീതെ ഈ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ഇടും. പിന്നെ ഒരു ഗ്രേവി ഉണ്ട്, ഒരു സോസൊക്കെ ചേർത്തിട്ടുള്ളൊരു ഗ്രേവി. ആ ഗ്രേവി അതിന് ചുറ്റും ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഈ ഒരു ഫുഡ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ റൈസ് എടുത്തിട്ട് നടുക്ക് ഇങ്ങനെ വച്ചിട്ട് ഇനി ഇതിൻ്റെ മീതെയാണ് ഓംലെറ്റ് ഇടുക. അപ്പോൾ ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ 3 മുട്ട വെച്ചിട്ടാണ് ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 2 മുട്ട എടുക്കുന്നുള്ളൂ. അവർ ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഫ്ലോപ്പായി കഴിഞ്ഞാലും എന്തായാലും നമുക്കത് കഴിക്കണമെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടാൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാം കുറേശ്ശെ ചേർത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കണം, എന്നാലേ ആ ഓംലെറ്റ് അതിൽ നിന്ന് വിട്ടു പോരുള്ളൂ. അപ്പോൾ ചൂടൊക്കെ നമ്മൾ അതിനനുസരിച്ച് ക്രമീകരിച്ച് വയ്ക്കണം. നല്ല അധികം ചൂട് പാടില്ല, എന്നാൽ തീരെ കുറവാകാനും പാടില്ല. ഒരു മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ചൂടായി കഴിയുമ്പോഴത്തേക്കും മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് എന്നിട്ടാണ് ഒഴിച്ചു കൊടുത്തേക്കണേ. ഇനി ശരിയാവുമെന്നറിയില്ല. അപ്പോൾ അവരിങ്ങനെ 2 മരത്തിൻ്റെ കോല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്കതൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഒരു സ്പൂണും ഒരു സ്പാറ്റിലയുടെ തണ്ടും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഫ്ലോപ്പായി പോയി എന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യം ഒന്ന് കുറച്ച് നന്നായിട്ട് വന്നു. അതാ 2 സൈഡിൽ നിന്നും ഇങ്ങനെ നടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പാൻ ഇങ്ങനെ ചുറ്റിച്ച് എടുക്കണം. പക്ഷെ ഞാൻ എടുത്തേക്കുന്ന വടിയുടെ കുഴപ്പമാണോ എന്നറിയില്ല. ഇത് നന്നായിട്ട് വന്നതാ, പക്ഷേ ആ നടുക്ക് വെച്ചിട്ട് പൊട്ടിപ്പോയി. അതങ്ങനെ ഫ്ലോപ്പായി. രണ്ടാമതും ഒന്നും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വീണ്ടും 2 മുട്ടയെടുത്ത് അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. ചൂടായപ്പോൾ അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് 2 സൈഡിൽ നിന്നും ഇങ്ങനെ നടുക്കിലേക്ക് ആക്കി കൊണ്ടുവന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് ശരിയാവുമോ നോക്കാം. ശരിക്കുള്ള അവരുപയോഗിക്കുന്ന പോലത്തെ കോലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ശരിയാവുമായിരുന്നിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അതൊക്കെ ചുറ്റിച്ച് വളരെ സാവധാനം ചെയ്താൽ മതി. ഇപ്പോൾ ഒന്നുകൂടി ഭേദമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ ചുറ്റി വരുമ്പോൾ ഒരു സൈഡിലല്ലേ ആ പാനിന്
പിടിക്കാനുള്ളൊരു ഇതുള്ളൂ, അതാണ് കുറച്ച് പ്രശ്നം. ഏകദേശം ഇത്രയായി കിട്ടി. അയ്യോടാ, ഇത് ഇത്രയേ ആവുള്ളൂ. ഇനി കൂടുതൽ ചുറ്റിച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇത്രയാക്കി നിർത്താൻ പോവാണ്. അപ്പോൾ ഞാൻ ഇനി ട്രൈ ചെയ്യുന്നില്ല, ഇതോടെ നിർത്തുകയാണ്. കാരണം കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിക്കാൻ ആൾ വേണ്ടേ. അപ്പം ഞാൻ മാത്രമേ ഇത് കഴിക്കുകയുള്ളൂ, ഹസ്ബൻഡ് കഴിക്കില്ല, കുട്ടികളും ഇല്ല ഇവിടെ. അപ്പോൾ ഇനിയും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോവും. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പം ചാനലുള്ളവർ മാത്രമല്ല സാധാരണ ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം, ചലഞ്ച് ചെയ്യാം. ഈസി ഹോംസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അപ്പോൾ പോയി നോക്കിയാൽ മതി. പിന്നെ ഒരു കാര്യമുള്ളത്, ഇത് എത്ര നന്നാക്കി ഉണ്ടാക്കിയാലും അതിനല്ല പ്രൈസ് തരുന്നത്. ഇത് എത്ര പേര് കാണുന്നു, എത്ര വ്യൂസ് കിട്ടുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമുക്ക് പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിചാരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് വ്യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് കാണാൻ പറയുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. റിയൽ ടേസ്റ്റ് ഓഫ് മലബാർ വ്ളോഗ്സ് ആൻഡ് റെസിപ്പീസിലെ ഫൗമിതയും റൂഫി ഡേയ്സിലെ റൂഫിയെയും ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഈസി ഹോംസിൻ്റെ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഇത് 5-ാം തീയതി വരെ ഉള്ളൂ കേട്ടോ, ലാസ്റ്റ് ഡേറ്റ് 5-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലാസ്റ്റ് ഡേറ്റ് 5-ാം തീയതിയാണ്, വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് തരണം പ്ലീസ്.